ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു സ്റ്റാർ ലൈവ് ടെക്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ മോട്ടറോള വൺ ഫ്യൂഷൻ പ്ലസ് എന്ന് പറയുന്ന മോട്ടറോളയുടെ പുതിയ ഡിവൈസാണ് റിവ്യൂ ചെയ്യാൻ പോകുന്നത്. റിവ്യൂയിലോട്ട് കടക്കുന്നതിന് മുന്നേ നിങ്ങൾക്ക് ഞാനൊരു ചാനൽ പരിചയപ്പെടുത്തി തരാം. ഓൺലൈൻ ഗുരു എന്നാണ് ഈ ഒരു ചാനലിൻ്റെ പേര്. നിങ്ങൾക്ക് ഓൺലൈൻ ലേണിംഗ്, ടിപ്സ് ആൻഡ് ട്രിക്സ്, അതുപോലെ മറ്റ് ടെക് സംബന്ധമായ വീഡിയോകളൊക്കെ ഈ ഒരു ചാനൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ഇൻട്രസ്റ്റ് ഉള്ളവരൊന്ന് ചെക്കൗട്ട് ചെയ്യുക. ഈ ഒരു ചാനലിലേക്കുള്ള ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. നമ്മൾ ആദ്യം തന്നെ മോട്ടറോള വൺ ഫ്യൂഷൻ പ്ലസ് എന്ന ഡിവൈസിൻ്റെ ഡിസ്പ്ലേ കുറിച്ച് നോക്കുമ്പോൾ ഈ ഒരു ഡിവൈസിൽ നമുക്ക് 6.5 ഇഞ്ചിൻ്റെ ഫുൾ HD പ്ലസ് ഡിസ്പ്ലേ ആണ് വരുന്നത്. ഒരു IPS LCD പാനലാണ് നമുക്ക് ഈ ഒരു ഡിവൈസിൽ ലഭിക്കുന്നത്. പിന്നെ ഈ ഒരു സ്മാർട്ട് ഫോൺ നമുക്ക് പോപ്പപ്പ് സെൽഫി ക്യാമറ ആണ് വരുന്നത്. അതുകൊണ്ട് തന്നെ ഡിസ്പ്ലേക്കകത്തൊരു വാട്ടർ ഡ്രോപ്പ് നോച്ചോ പഞ്ചോൾ കട്ടോ ഒന്നും അവൈലബിൾ അല്ല. ഒരു ഫുൾ ഡിസ്പ്ലേ നമുക്ക് ഈ ഒരു ഡിവൈസിൽ ലഭിക്കുന്നുണ്ട്. 84% ആണ് ഈ ഒരു ഡിവൈസിൻ്റെ സ്ക്രീൻ ടു ബോഡി റേഷ്യോ വരുന്നത്. ബിൽഡ് ക്വാളിറ്റിയെക്കുറിച്ച് ചെക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പ്ലാസ്റ്റിക് ബോഡിയും ഫ്രെയിമുമാണ് ഈ ഒരു ഡിവൈസിൽ വരുന്നത്. ഈ ഒരു സ്മാർട്ട് ഫോണിൻ്റെ ഓവറോൾ ബോഡി വെയ്റ്റ് വരുന്നത് 210 grams ആണ്. പെർഫോമൻസിലേക്ക് വരുന്ന സമയത്ത് ക്വാൾകോം സ്നാപ്ഡ്രാഗൺ 730 എന്ന ചിപ്സെറ്റാണ് ഈ ഒരു ഡിവൈസിൽ വരുന്നത്. അതുപോലെ തന്നെ ആൻഡ്രോയിഡ് 10 ബേസിലാണ് ഈ ഒരു സ്മാർട്ട് ഫോൺ റൺ ചെയ്യുന്നത്. ഈ ഒരു ഡിവൈസിൻ്റെ GPU വരുന്നത് ADRENO 618 ആണ്. ഈ ഒരു സ്മാർട്ട് ഫോൺ നമുക്ക് 6GB റാം 120GB ഇൻറ്റേർണൽ സ്റ്റോറേജുമാണ് ലഭിക്കുന്നത്. ഇൻറ്റേർണൽ സ്റ്റോറേജ് നമുക്ക് 1 TB വരെ എക്സ്പാൻഡ് ചെയ്യാനും സാധിക്കും. ഇനി നമ്മൾ ഈ ഒരു ഡിവൈസിൻ്റെ ക്യാമറയെക്കുറിച്ച് ചെക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ റിയർ സൈഡിൽ ഒരു ക്വാഡ് ക്യാമറ സെറ്റപ്പ് ആണ് വരുന്നത്. പ്രൈമറി സെൻസർ 64 MP ആണ്. f1.8 ആണ് അപ്പർച്ചർ വരുന്നത്. പിന്നെ ഒരു 8 MP അൾട്രാ വൈഡ് ലെൻസ് ഉണ്ട്. അതിൽ നമുക്ക് 118 ഡിഗ്രി ഫീൽഡ് വ്യൂ ലഭിക്കുന്നുണ്ട്. പിന്നെ ഒരു 5 MP മാക്രോ ലെൻസും 2 MP ഡെപ്ത് സെൻസറും കൊടുത്തിട്ടുണ്ട്. ഒപ്പം നമുക്ക് LED ഫ്ലാഷും ഫിംഗർ പ്രിന്റ് സെൻസറും റിയർ സൈഡിൽ കാണാം. സെൽഫി ക്യാമറയെക്കുറിച്ച് നമ്മൾ നോക്കുന്ന സമയത്ത് 16 MP സെൽഫി ക്യാമറയാണ് ഈ ഒരു ഡിവൈസിൽ വരുന്നത്. f2.0 ആണ് അപ്പർച്ചർ വരുന്നത്. നമുക്കൊരു പോപ്പപ്പ് സെൽഫി ക്യാമറയാണ് ഈ ഒരു ഡിവൈസിൽ വരുന്നത്. ഇനി നമ്മൾ ഈ ഒരു സ്മാർട്ട് ഫോണിൻ്റെ ബാറ്ററിയെ കുറിച്ച് നോക്കുന്ന സമയത്ത് 5000 mAh ബാറ്ററി നമുക്ക് ഈ ഒരു ഡിവൈസിൽ ലഭിക്കുന്നുണ്ട്. ഒപ്പം നമുക്ക് 15 വാട്ട്സിൻ്റെ ഫാസ്റ്റ് ചാർജിങ്ങും ലഭിക്കുന്നുണ്ട്. പിന്നെ USB Type-C പോർട്ടാണ് ഈ ഒരു ഡിവൈസിൽ വരുന്നത്. ഒപ്പം 3.5mm ഓഡിയോ ജാക്കും അവൈലബിൾ ആണ്. ഈ ഒരു സ്മാർട്ട് ഫോൺ നമുക്ക് മൂൺലൈറ്റ് വൈറ്റ്, ട്വലൈറ്റ് ബ്ലൂ എന്നീ 2 കളേഴ്സിലാണ് അവൈലബിൾ ആകുന്നത്. അപ്പോൾ ഫ്രണ്ട്സ്, ഇതൊക്കെയാണ് മോട്ടറോള വൺ ഫ്യൂഷൻ പ്ലസ് എന്ന ഡിവൈസിൻ്റെ ഫീച്ചേഴ്സ്. ഇനി നമ്മൾ നോക്കുന്നത് ഈ ഒരു ഡിവൈസിൻ്റെ പ്രൈസും ലോഞ്ചിങ് ഡേറ്റുമാണ്. ഈ ഒരു ഡിവൈസിൻ്റെ പ്രൈസ് വരുന്നത് 25,590 രൂപയാണ്. അതുപോലെ തന്നെ ഈ ഒരു ഡിവൈസ് ഇന്ത്യയിൽ സെപ്റ്റംബർ 25-നായിരിക്കും ലോഞ്ച് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഓവറോൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു നോർമൽ ഡിസ്പ്ലേ, ബട്ട് നമുക്ക് പോപ്പപ്പ് സെൽഫി ക്യാമറ ആയതുകൊണ്ട് തന്നെ ഒരു കംപ്ലീറ്റ് ഡിസ്പ്ലേ ലഭിക്കുന്നുണ്ട് ഈ ഒരു ഡിവൈസിൽ. അതുപോലെ തന്നെ ബിൽഡ് ക്വാളിറ്റി അത്ര മികച്ചതല്ല, കാരണം പ്ലാസ്റ്റിക് ബോഡിയൊക്കെയാണ് ഈ ഒരു ഡിവൈസിൽ വരുന്നത്. അത്യാവശ്യം ഒരു നോർമൽ ആയിട്ടുള്ള ഒരു പെർഫോമൻസ് നമുക്ക് ഈ ഒരു ഡിവൈസിൽ ലഭിക്കുന്നുണ്ട്. പിന്നെ ക്യാമറയെക്കുറിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം നല്ലൊരു ക്യാമറ തന്നെയാണ്. സെൽഫി ക്യാമറയും മികച്ചത് തന്നെയാണ്. പിന്നെ മികച്ചൊരു ബാറ്ററി ബാക്കപ്പും നമുക്ക് ഈ ഒരു ഡിവൈസിൽ ലഭിക്കുന്നുണ്ട്. ഒപ്പം ഒരു നോർമൽ ഫാസ്റ്റ് ചാർജിങ്ങും ലഭിക്കുന്നുണ്ട്. സോ ഫ്രണ്ട്സ്, ഈ ചെറിയ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ആൻഡ് ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ ഈ ഒരു ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് നാളെ 5 മണിക്ക് മറ്റൊരു പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ടിൽ ദെൻ സ്റ്റേ സേഫ്, ടേക്ക് കെയർ ആൻഡ് ഗുഡ് ബൈ.